കിരൺ സണ്ണി ടീച്ചർ കേറുവാ. അങ്ങോട്ട് എന്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? എന്റെ പേര് സിസ്റ്റർ എമിലി. ഇന്ന് നമുക്ക് പഠിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ വീട്ടിലൊക്കെ എങ്ങനെയാ പെരുമാറുന്നേ? വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇല്ലേ? നല്ല കുട്ടികളാണോ? പിന്നെ പേരൻസിനെയൊക്കെ സഹായിക്കാറുണ്ടോ? എന്ത് സഹായമൊക്കെയാ ചെയ്തു കൊടുക്കുന്നേ? വീട്ടു ജോലികളൊക്കെ സഹായിക്കുവോ? ആഹാ, നല്ല കുട്ടികളാണല്ലോ. നിങ്ങൾക്ക് സന്തോഷാണോ നിങ്ങൾ സഹായമൊക്കെ ചെയ്തു കൊടുക്കുമ്പോ? എങ്കിൽ നിങ്ങളെല്ലാരും മിടുക്കരാണല്ലോ. ചെറുപ്പത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഈ നല്ല ശീലം വലുതായാലും തുടരണം. ഹായ് കിരൺ. ഹായ് സിസ്റ്റർ. കിരൺ എന്താ ഒറ്റയ്ക്കിരിക്കുന്നേ? കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ മേലായിരുന്നോ? എന്ത് പറ്റി? കളിക്കുന്ന ഇഷ്ടമില്ലേ? സിസ്റ്റർ പുതിയതാണല്ലേ? അതെയല്ലോ. മോന് സുഖാണോ? എന്നോട് ഇതുവരെ ആരും ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാൾ. ക്ലാസ് കഴിഞ്ഞ് കാണാട്ടോ. എന്നെ വന്ന് കാണണേ. ഓക്കെ. സിസ്റ്റർ വാ മോനെ. ഞാൻ നിന്നെ നോക്കിയിരിക്കുവായിരുന്നു. നിനക്ക് ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിനക്കൊരു സമ്മാനം തരട്ടെ? നിന്റെ സങ്കടങ്ങളൊക്കെ ഈ അമ്മ മാറ്റും. എന്നും പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, വീട്ടിൽ ചെന്നിട്ടേ തുറക്കാവുള്ളൂ. ഇപ്പൊ തുറക്കല്ലേ? എന്നാ മോൾ വീട്ടിലോട്ട് പൊക്കോ. ഓക്കെ. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവരെന്നെ കൂട്ടിയില്ല. അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ അവസരം കിട്ടിയപ്പോൾ അവനിട്ടൊന്ന് കൊടുത്തു. ഇനി അവൻ എന്നെ തിരിച്ചു തല്ലാൻ വരുമോ ആർക്കറിയാം. എന്താണോ എൻ്റെ കയ്യിൽ? ഇതെനിക്ക് എമിലി സിസ്റ്റർ തന്നാ. എന്നാൽ ഞങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേ. ഇല്ല, എമിലി സിസ്റ്റർ പറഞ്ഞു ഇത് വീട്ടിൽ ചെന്നിട്ടേ പൊട്ടിക്കാവൂന്ന്. ഓ, ഒരു സിസ്റ്റർ. നീ തുറക്കടാ. ഇല്ലടാ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് തുറക്കത്തില്ല കേട്ടോ. അമ്പടാ, അവൻ്റെ ഒരു പത്രാസ് കണ്ടില്ലേ? കളയാടാ. അവനെ ഞാൻ തിങ്കളാഴ്ച പോയി പിടിക്കുന്നുണ്ട്. ആഹാ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എടി, ഇനി ആരോട് പറയാനാ? ചാച്ചാ, അമ്മ കഞ്ഞി എടുത്തോളാം. മോൻ കഴിച്ചായിരുന്നോ മോനെ? ഇല്ല, ഞാൻ കഴിക്കാൻ പോന്നേ ഉള്ളൂ. എന്നാ മോൻ പോയി കഴിക്കും. നിനക്കൂടി വയ്യാതായപ്പോൾ നമ്മുടെ മോൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ? അതെ,
ചാച്ചനെ വയ്യാണ്ടായപ്പോഴേ അവന് കഷ്ടപ്പാട് തുടങ്ങിയതാ. ഇതിപ്പോൾ എൻ്റെ കാല് മുറിഞ്ഞതോടുകൂടി അവൻ്റെ പഠിപ്പും ശരിയാകുന്നില്ല. എടി 4-5 വർഷമായില്ലേ ഞാൻ വയ്യാതായിട്ട്. എനിക്ക് എൻ്റെ മോനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. പക്ഷേ സാരമില്ലെന്നേ, എല്ലാം ശരിയാകും. ഹായ്, എൻ്റെ ചാച്ചൻ്റെ വാവ് ഒന്ന് മാറ്റാവോ? എൻ്റെ ചാച്ചനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താവോ? എൻ്റെ അമ്മേനെ ഒന്ന് സുഖപ്പെടുത്താവോ? മടുത്തു പോയോ? കുറെ നടക്കാനില്ലായിരുന്നോ? വഴിയും മോശമല്ലായിരുന്നോ? അതെ, അത് ശരിയാ. സിസ്റ്ററെ വാ, ഇതാണ് നമ്മുടെ കിരണിന്റെ വീട്. ആ, ഇതാണോ കിരണിന്റെ വാതിൽ വീട്? തുറന്നാണല്ലോ കിടക്കുന്നേ. എന്നാൽ അവൻ ഇവിടെ കാണുമായിരിക്കും. ആ കിരണേ, കിരൺ, സിസ്റ്റർ, മോൻ എന്നടക്കുമായിരുന്നു? ഞാനൊന്നും എടുക്കില്ലായിരുന്നു. അവൻ പഠിക്കുന്നൊക്കെ ഉണ്ടോ സിസ്റ്ററെ? കിരൺ മിടുക്കനല്ലേ? നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ട്. എമിലി സിസ്റ്റർ പുതിയതായിട്ട് വന്നതാ. അപ്പൊ സിസ്റ്ററിന് കിരണിന്റെ വീട്ടിൽ വരാൻ ഒത്തിരി ആഗ്രഹം, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നാ. സിസ്റ്റർമാർക്ക് വെള്ളമെടുത്തിയ മോനെ. വെള്ളമൊക്കെ പിന്നെ എടുക്കാം. അച്ഛനും അമ്മയ്ക്കും വയ്യെന്നോർത്ത് മോൻ ക്ലാസ്സിലൊന്നും വരാതിരിക്കരുത് കേട്ടോ. എന്താവശ്യമുണ്ടെങ്കിലും സിസ്റ്ററിനോട് പറഞ്ഞാ മതി. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം. ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. ഒത്തിരി നന്ദി സിസ്റ്ററെ. എങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഓക്കെ. എമിലി സിസ്റ്റർ എനിക്ക് തന്നെ. പിന്നെ ഇത് ശരിക്കും പൊതിഞ്ഞാ തന്നെ, ഒരു പെട്ടിയിലാ. അതവിടെയാ. എന്നാലും ജെസ്സിയുടെയും ചേട്ടന്റെ ഒരു കാര്യമല്ലേ. മോളി ചേച്ചിയും ബീന ചേച്ചിയും എന്നാ വരുന്നുണ്ട്. ചെയ്യാനാ, ശരിയാവായിരിക്കുമല്ലേ. ആ, എത്ര നാളായി കിടക്കാൻ തുടങ്ങിയിട്ട്. ഇന്നാ മോനെ കൊണ്ടേ കളയാതെ വെക്കണം കേട്ടോ. എങ്ങനെയുണ്ടടി, വേദന കുറവുണ്ടോ? ഇനിയിപ്പോ കുറച്ച് നാളോടെയൊക്കെ റെസ്റ്റ് എടുത്താ മതി. എന്നാ ചെയ്യാനാ. സാരമില്ല കേട്ടോ. എന്നാ ഞങ്ങൾ നാളെ വരാട്ടോ. ആയിക്കോട്ടെ, അതെടി, നാളെ വരാം. ശരി. ചാച്ചാ, കഞ്ഞി കുടിച്ചു കഴിഞ്ഞോ? പിന്നെ കഴിച്ചു മോനെ. എങ്ങനെയുണ്ടായിരുന്നു കഞ്ഞി? നന്നായിരുന്നു മോനെ. മോൻ തന്നതല്ലേ. ചാച്ചന്റെ മുഖത്ത് ചോറിരിപ്പുണ്ടല്ലോ. എല്ലാം പോട്ടെ. എന്റെ ചാച്ചൻ സുന്ദരനല്ലേ? മുടിയൊന്ന് ചീകട്ടെ. ഞാൻ ഈ പാത്രം ഒക്കെ നടക്കുവാണേ. ഞാൻ പിന്നെ രവേ. മോനെ എന്തേലും പറ്റിയോടാ? മോനെ എന്തേലും പറ്റിയോടാ? എന്ത് പറ്റി? വേദനയുണ്ടോ? ചാച്ചന്റെ കാല്. എന്റെ കാല്. എടാ മോനെ, ഞാൻ ഈ കാലുകൊണ്ട് എങ്ങനെയാ നടന്നത്? അമ്മേനെ വിളിക്കണം. എടി ജെസ്സി, എന്റെ കാല് നീ കണ്ടോ? അതിശയമായിരിക്കുന്നല്ലോ. എന്താ പറയുക? ഞാൻ വീണപ്പോ അതിശയമായിരിക്കുന്നു. എന്താടി അത്ഭുതോ? എന്റെ ചാച്ചന്റെ വാവ് ഒന്ന് മാറ്റാവോ? എന്റെ ചാച്ചനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താവോ? അമ്മ, ഞാൻ ഇപ്പൊ രവേ. അവനോടെ പോയി.
താങ്ക് യു അൽഫോൻസാമ്മേ. എൻ്റെ ചാച്ച എഴുന്നേറ്റ് നടന്നു അൽഫോൻസാമ്മേ. എൻ്റെ പ്രാർത്ഥന അമ്മ കേട്ടല്ലോ. അതെ, ഓരോ കുഞ്ഞിന്റെയും പ്രാർത്ഥന കേൾക്കുന്നവൾ, കണ്ണീരിനെ പുഞ്ചിരിയാക്കുന്നവൾ വിശുദ്ധ അൽഫോൻസാമ്മ.